ബഹ്റൈന്റെ ഊർജ്ജ മേഖലയെ വളർച്ചയ്ക്ക് ഗതിവേഗം നൽകി പെട്രോളിയം കമ്പനിയായ ബാവ്കോയുടെ ആധുനികവൽക്കരണ പദ്ധതി ബഹ്റൈൻ രാജാവ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിലൂടെ ബാവ്കോയുടെ ഉൽപാദനശേഷി പ്രതിദിനം 4 ലക്ഷം ബാരലായി ഉയരും. ബഹ്റൈന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപത്തോടെയുള്ള പദ്ധതി രാജാവ് ഹമദ് ബിൻ ഈസാൽ ഖലീഫയാണ് ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയിൽ നിർണായകമായ ബാവ്കോയുടെ ആധുനികവൽക്കരണം 15 സബ്സ്റ്റേഷനുകളും 21 പുതിയ പ്രോസസ്സിംഗ് യൂണിറ്റുകളും അടങ്ങുന്ന വിപുലമായ നവീകരണ പദ്ധതിയിലൂടെയാണ് സാധ്യമാകുന്നത്. പ്രാദേശിക പദ്ധതികൾക്കൊപ്പം പ്രമുഖ കമ്പനികളുടെ ആഗോള കൺസോർഷ്യമാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും സന്നിഹിതനായിരുന്നു. രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷങ്ങളുടെയും ഹമദ് രാജാവിന്റെ സ്ഥാനാരോഹണത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെയും ഭാഗമായാണ് ബാവ്കോ ആധുനികവൽക്കരണ പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ പുരോഗതിയിലും വികസനത്തിലും ഊർജ്ജ മേഖലയിലെ ആധുനികവൽക്കരണ പദ്ധതിയുടെ പ്രാധാന്യം രാജാവ് തന്റെ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞു. അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മേഖലയിലെയും ആഗോളതലത്തിലെയും ഏറ്റവും നൂതനമായ റിഫൈനറികളിലൊന്നായി ബാവ്കോ മാറിയെന്ന് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബാവ്കോ ആധുനികവൽക്കരണ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.